മാന്യ ശ്രോതാക്കൾക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. ഞങ്ങളെല്ലാവരും സൗഖ്യമായും ക്ഷേമമായിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. കർത്താവിന്റെ വചനം കേൾക്കുവാൻ ലഭിച്ചിരിക്കുന്ന ഈ മനോഹരമായ സമയം വളരെ വിലപ്പെട്ടതായി കരുതുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഒരു ബൈബിളിന്റെ കോപ്പി കിട്ടാൻ കൊതിക്കുന്ന അനേകരുള്ള ഭൂലോകത്ത് ഇതാ ദൈവവചനം സൗജന്യമായി നിങ്ങളുടെ വീട്ടിൽ എത്തുകയാണ്. വണ്ടിക്കൂലി മുടക്കാതെ, സ്തോത്രകാഴ്ച ഇടാതെ, മറ്റ് ചെലവൊന്നുമില്ലാതെ ദൈവവചനം കേൾക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ അവസരം നിങ്ങൾ നഷ്ടമാക്കരുത്. മറ്റു കാര്യങ്ങളിൽ നിന്ന് അല്പമിനിറ്റ് ശ്രദ്ധ തിരിച്ച് ദൈവവചനത്തിലേക്ക് നമുക്ക് വരാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം പ്രസിദ്ധമായ അധ്യായമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ 1-ാം അധ്യായത്തിൽ നിന്ന് നാം ചിന്തിക്കുകയായിരുന്നു. ഇന്ന് നമുക്ക് 2-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെ ശിഷ്യന്മാരെ ഈ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിലെന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീനെന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീനെന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീനെന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അതെവിടെ നിന്ന് എന്ന് വെള്ളം കോരി ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചി നോക്കിയാറെ മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായത് കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനായിൽ വെച്ച് ചെയ്ത തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, തിരുവചനത്തിനായിട്ട് നന്ദി. ഗ്രഹിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. എല്ലാ ശ്രോതാക്കളെയും അനുഗ്രഹിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ഈ വേദഭാഗം മിക്കവാറും ആളുകൾക്ക് ഒരു പരിധിവരെ അറിവുള്ളതാണ്. അല്പം മദ്യപിക്കുന്ന ആളുകൾ ഈ വേദഭാഗമാണ് അവർക്ക് സഹായത്തിന് വേണ്ടി എടുക്കുന്നത്. അവർക്ക് ബൈബിളിലെ മറ്റു ഭാഗങ്ങളൊന്നും അറിയില്ല, എന്നാൽ ഇതറിയാം. അവർക്ക് അല്പം ലഹരി മരുന്ന് അല്ലെങ്കിൽ അല്പം മദ്യം ഉപയോഗിക്കുമ്പോൾ മനസ്സിനൊരാശ്വാസത്തിന് വേണ്ടി ഈ ഭാഗം അവര് എടുക്കാറുണ്ട്. യേശു കാനായിലെ കല്യാണ വീട്ടിൽ കടുപ്പമുള്ള വീഞ്ഞ് കൊടുത്തല്ലോ എന്നാണ് അവര് ഉദ്ധരിക്കുന്നത്. ഇതിനെക്കുറിച്ച് തന്നെ ഞാൻ ആദ്യം പറയാം. ബൈബിളിന്റെ കൽപ്പനകളും സംഭവങ്ങളും നാം രണ്ടായിട്ട് കാണണം. ഇതൊരു സംഭവമാണ്, കൽപ്പന ഇതല്ല. കൽപ്പന മദ്യപാനി സ്വർഗരാജ്യം കാണുകയില്ലെന്നാണ്. കൊരിന്ത്യ ലേഖനത്തിലാണ് ആ വാക്യം എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ വായിച്ചു കേൾപ്പിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 9-ാം വാക്യം. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, മദ്യപന്മാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഇപ്പൊ മദ്യപന്മാർ ദൈവരാജ്യം അവകാശമാക്കുകയില്ലെന്ന് ദൈവവചനത്തിന്റെ കൽപ്പനയാണ്, പ്രമാണമാണ്. എന്നാൽ കാനായിലെ കല്യാണം ഒരു കൽപ്പനയല്ല, ഒരു സംഭവം ഇവിടെ എഴുതിയിരിക്കുകയാണ്. എന്തിനാണ് ആ സംഭവം എഴുതിയത്? യേശു മനുഷ്യന്റെ ആവശ്യങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന വിധം നമ്മെ കാണിച്ചു തരാനും യേശു ആരാണെന്ന് വെളിപ്പെടുത്താനുമാണ് ഈ വേദഭാഗം വാസ്തവത്തിൽ നമുക്ക് തന്നത്. അത്രയും ഗ്രഹിച്ചു എന്ന് പ്രതീക്ഷിക്കട്ടെ. ഇനി അടുത്ത വിഷയം, യേശു അവിടെ വീഞ്ഞു കൊടുത്തല്ലോ.
അപ്പോൾ വീഞ്ഞ് കൊടുക്കാമല്ലോ, കുടിക്കാമല്ലോ. അതെ, യേശു കൊടുത്തത് മദ്യമല്ല, വീഞ്ഞാണ്. വീഞ്ഞും മദ്യവും രണ്ടും രണ്ടാണെന്ന് വിശുദ്ധ വേദത്തിൽ പല സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. ശിംശോനെ കുറിച്ച് പ്രമാണം കൊടുക്കുമ്പോൾ അവൻ വീഞ്ഞും മദ്യവും കുടിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ വീഞ്ഞും വേറെ, മദ്യം വേറെ. യേശു ഇവിടെ കൊടുത്തത് മദ്യമല്ല, വീഞ്ഞാണ്. വീഞ്ഞ് എന്ന് പറയുമ്പോൾ മലയാളിയെ സംബന്ധിച്ച് അത് അത്ര പെട്ടെന്ന് മനസ്സിലാകുകയില്ല. യേശു ഏത് നാടിനെ പ്രതിനിധീകരിച്ചാണ് ഇത് നിൽക്കുന്നതെന്ന് നോക്കണം. പലസ്തീന്റെ മണ്ണിൽ മനുഷ്യന്റെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ പെട്ടതാണ് മുന്തിരിയും അതിന്റെ ഫലങ്ങളും. അപ്പൊ മുന്തിരിച്ചാറാണ് ഇവിടെ വീഞ്ഞായിട്ട് ഉപയോഗിക്കുന്നത്. അതിനെ മദ്യമാക്കാം, ലഹരി വസ്തുവാക്കി മാറ്റാം. അതിനെയാണ് ബൈബിൾ വിലക്കിയിട്ടുള്ളത്. ഇത്രയും പറഞ്ഞ ആ ഭാഗം വിടുന്നു. ഇവരുടെ യഹൂദന്മാരുടെ അല്ലെങ്കിൽ പലസ്തീനിലെ ജനങ്ങളുടെ വിവാഹത്തിന് വീഞ്ഞ് ഒരു വിഭവമായിരുന്നു. നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. ഈ വിഷയത്തിൽ നിന്നുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട് ഉണ്ട്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ ഈ കല്യാണ വീടിനോട് ബന്ധപ്പെട്ട എഴുതിയിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് പഠിക്കാം. 3-ാം നാൾ ഗലീലയിലെ കാനായിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെ ശിഷ്യന്മാരെ ഈ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. ഓരോന്ന് വിവരിക്കാം. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെ ശിഷ്യന്മാരെ ക്ഷണിച്ചിരുന്നു. അപ്പൊ യേശു ക്ഷണിച്ച് വന്നയാളാണ്, ക്ഷണിക്കപ്പെട്ട വ്യക്തിയാണ്. എന്നാൽ യേശുവിന്റെ അമ്മ ക്ഷണിക്കപ്പെട്ട വ്യക്തിയല്ല, അവിടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് എന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നതിനാൽ യേശുവിന്റെ അമ്മയായ മറിയത്തിന് ഈ വീടുമായി ഒരു ബന്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കാം. അതുകൊണ്ട് തന്നെയാണ് ആ ആഭ്യന്തര കാര്യങ്ങളിൽ മറിയം ഇടപെട്ടതും. നമുക്ക് മുന്നോട്ട് പോകാം. യേശുവിനെ ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ യേശുവിനെ ക്ഷണിക്കേണ്ട കാര്യമുണ്ടോ? ഉത്തരം, യേശു ഈ കാലഘട്ടത്തിൽ അമ്മയോടുകൂടി അല്ല താമസിക്കുന്നത്. യേശു തന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ വീട്ടിൽ നിന്ന് മാറിക്കഴിഞ്ഞു. യേശുവിനോട് നിന്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ യേശു 2 സ്ഥലത്ത് ഉത്തരം പറഞ്ഞു. ഒന്ന്, ആകാശത്തിലെ പറവയ്ക്ക് കൂടും കുറുനരികൾക്ക് കുഴിയുമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്പാൻ ഇടമില്ല. മറ്റൊരു സ്ഥലത്ത് നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ വന്ന് കാൺമി എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ടു എന്ന് യോഹന്നാൻ 1 നിന്ന് കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്. ഈ വക തെളിവുകളുടെ വെളിച്ചത്തിൽ യേശു ഇപ്പോൾ ജനിച്ചു വളർന്ന വീട്ടിലല്ല എന്ന് വ്യക്തം. യേശു പൊതുവിന്റെ ആളായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ യേശുവിനെ ക്ഷണിച്ചപ്പോൾ ശിഷ്യന്മാരെയും കൂടെ ക്ഷണിക്കേണ്ടി വന്നു. അങ്ങനെ യേശുവും ശിഷ്യന്മാരും കല്യാണത്തിന് വന്നു. പെട്ടെന്ന് എഴുതുന്ന വിഷയം ഇതാണ്. 3-ാം വാക്യം, വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. വീഞ്ഞ് പോരാതെ വന്നു. ശ്രദ്ധിക്കാം, നമുക്ക് ഇന്നത്തെ പ്രധാന വിഷയത്തിലേക്ക് നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. വീഞ്ഞ് പോരാതെ വന്നു. എന്തുകൊണ്ട് പോരാതെ വന്നു അറിയില്ല. ഒരു കല്യാണത്തിന്റെ വിഭവം തികയാതെ വരുന്നത് എന്തുകൊണ്ടാണ്? ഒന്നെങ്കിൽ കഴിവില്ലായ്മ. 1000 പേര് വരുന്ന ഒരു ഫംഗ്ഷന് ഫുഡ് കൊടുക്കേണ്ടത് എങ്ങനെയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിവില്ലാത്ത ആളുകളായിരുന്നു അവിടെ ഉള്ളത്. അല്ലെങ്കിൽ പിന്നെ ഒരു കാരണം, കാൽക്കുലേറ്റ് ചെയ്യാൻ ആളുണ്ടായിരുന്നു, കണക്ക് കൂട്ടി എന്നുള്ളത് ശരിയാണ്, പക്ഷെ തെറ്റിപ്പോയി. കണക്ക് കൂട്ടൽ തെറ്റിപ്പോയി. അപ്പൊ ഇവിടെ ഒരു കാര്യം വെളിപ്പെടുന്നു. മനുഷ്യൻ എത്ര ബുദ്ധിമാനായാലും അവന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഇന്ന് ഞങ്ങളുടെ ഈ പ്രോഗ്രാം കാണുന്ന മാന്യ സ്നേഹിതരോട് ഞങ്ങൾക്ക് പറയാനുള്ള ദൈവിക ദൂത് ശ്രദ്ധിച്ചുകൊള്ളുക. മനുഷ്യൻ എത്ര ബുദ്ധിയുള്ളവനാണെങ്കിലും അവന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്.
മകളെ വിവാഹം കഴിക്കാൻ കണക്ക് കൂട്ടിയിരുന്നു, പക്ഷെ അത് നടന്നില്ല. ഒരു വീട് പണി തീർക്കാമെന്ന് വിചാരിച്ചു വെച്ചിരുന്നു, പക്ഷെ അത് നടന്നില്ല. മോന്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊരു കണക്കുകൂട്ടലുണ്ടായിരുന്നു, പക്ഷെ അത് തെറ്റിപ്പോയി. ഗൾഫിൽ പോയത് വലിയ പ്രതീക്ഷയോടുകൂടിയായിരുന്നു, പക്ഷെ കണക്കുകൂട്ടൽ തെറ്റിപ്പോയി. ബോംബെക്ക് പോയത് വലിയ സ്വപ്നങ്ങളോടുകൂടിയായിരുന്നു, പക്ഷെ കണക്കുകൂട്ടൽ തെറ്റിപ്പോയി. ബിസിനസ്സിന് ഇറങ്ങിയത് വലിയ പ്രതീക്ഷയോടുകൂടിയായിരുന്നു, പക്ഷെ കണക്കുകൂട്ടൽ തെറ്റിപ്പോയി. കണക്കുകൂട്ടലുകൾ തെറ്റുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ സന്ദേശം. എന്നാൽ യേശു ആ വീട്ടിൽ ഉണ്ടായിരുന്നത് കൊണ്ട് കണക്കുകൂട്ടലുകൾ തെറ്റിയെങ്കിലും കർത്താവ് അവരെ രക്ഷപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കണക്കുകൂട്ടൽ തെറ്റും എന്ന് നിങ്ങൾ അറിയുക. നിങ്ങൾ എത്ര ധനമുള്ളയാളായാലും, എത്ര ബുദ്ധിയോ ആരോഗ്യമോ ഉണ്ടെങ്കിലും നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റുമെന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്നും പോകും. അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യാം? ഒറ്റ മാർഗമേ ഉള്ളൂ. കണക്കുകൂട്ടൽ തെറ്റാത്ത ഒരുവനെ നിങ്ങൾ കണ്ടെത്തണം. അഥവാ കണക്കുകൂട്ടൽ തെറ്റിയാലും അത് ശരിയാക്കാൻ കഴിവുള്ള ഒരുവനെ നിങ്ങൾ കണ്ടെത്തണം. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള സന്ദേശം ഇതാണ്: യേശുവിനെ നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുക. എന്നാൽ നിങ്ങളുടെ കണക്കുകൂട്ടൽ തെറ്റിയാലും അവൻ നിങ്ങളെ രക്ഷപ്പെടുത്തും, അവൻ നിങ്ങളെ സഹായിക്കും. ഇന്നെന്റെ സന്ദേശം വീട്ടിലിരുന്ന് കേൾക്കുന്ന മാതാവേ, സഹോദരി, പിതാവേ, നിങ്ങളുടെ കണക്കുകൂട്ടൽ തെറ്റിയിട്ടുണ്ടോ? നിങ്ങൾ പ്രതീക്ഷിക്കാത്തതാണോ ജീവിതത്തിൽ സംഭവിച്ചത്? നിങ്ങൾ പ്രതീക്ഷിച്ചത് സംഭവിക്കാതിരിക്കുകയും പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു സുവിശേഷകൻ എന്ന നിലയിൽ എനിക്ക് അനുഭവത്തിൽ നിങ്ങളോട് പറയുവാനുണ്ട്: യേശു നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ തെറ്റിപ്പോയ കണക്കുകൾ അവൻ ശരിയാക്കും. നിങ്ങളുടെ തകർന്നുപോയ കാര്യങ്ങൾ അവനോട് പറഞ്ഞാൽ അവനത് ശരിയാക്കി തരാൻ കഴിവുള്ളവനാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. യേശുവിനെ ഇവർ കല്യാണത്തിന് ക്ഷണിച്ചതാണ് ഇവരുടെ വിജയം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശുവിനെ ക്ഷണിക്കുക, നിങ്ങളുടെ കുടുംബത്തിലേക്ക് യേശുവിനെ ക്ഷണിക്കുക, നിങ്ങളുടെ ബിസിനസ്സിലേക്ക് അവനെ ക്ഷണിക്കുക, നിങ്ങളുടെ ഉദ്യോഗത്തിലേക്ക് അവനെ ക്ഷണിക്കുക. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിതത്തെ ജയിക്കാൻ കഴിയുകയില്ല. നിരീശ്വരവാദികളും യുക്തിവാദികളും പറയും, തന്നെ നടക്കുവാൻ കരുത്തില്ലാത്തവർക്ക് ഒരു ഊന്നുവടിയാണ് ദൈവവിശ്വാസമെന്ന്. ഞാൻ അതിനെ എതിർക്കുന്നില്ല. പക്ഷേ ഒരു ചോദ്യം: ആരുണ്ട് തനിയെ നടക്കാൻ കഴിവുള്ളവർ? ആരുണ്ട് തനിയെ നടക്കാൻ കഴിവുള്ളവർ? തനിയെ നടക്കാൻ കഴിവില്ലാത്ത മനുഷ്യന് ഒരു ഊന്നുവടിയാണ് ദൈവവിശ്വാസമെങ്കിൽ, എനിക്ക് തനിയെ നടക്കാൻ കഴിവില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന യേശുവിനെ ഞാൻ കൂടെ നടക്കുവാനായി കണ്ടെത്തി. അതെ, യേശുവിന്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് നിൽക്കാൻ കഴിഞ്ഞു, എനിക്ക് ബലത്തോടെ നിൽക്കാൻ കഴിഞ്ഞു. ഇന്നത്തെ പകലിൽ പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ചാലും ഈ സന്ദേശം നിങ്ങൾക്ക് ആശ്വാസമായി ഭവിക്കട്ടെ. യേശു ആ വീട്ടിൽ ഉണ്ടായിരുന്നു. എന്ത് സംഭവിച്ചു? മറിയ ഈ വിഷയത്തിൽ ഇടപെടുന്നു. വാക്യം 3: വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഇവിടെ മിക്കവാറും ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കുന്നതും അവരുടെ ലക്ഷ്യം തെറ്റിക്കുന്നതുമായ ഒരു ഭാഗമാണിത്. യേശുവിന്റെ അമ്മ ഈ വിഷയത്തിൽ എന്തു ചെയ്തു? യേശുവിന്റെ അമ്മ യേശുവിന്റെ അടുക്കൽ ചെന്നിട്ട് അവർക്ക് വീഞ്ഞില്ല എന്ന വിവരം യേശുവിനെ അറിയിച്ചു. വാസ്തവത്തിൽ മറിയയുടെ സ്വഭാവം നമുക്ക് നല്ലതായിട്ട് ഇവിടെ കാണാം. നല്ല സ്വഭാവം. മനുഷ്യന്റെ കഷ്ടത
മനസ്സിലാക്കി അവളെ സഹായിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ മറിയയ്ക്ക് നമ്മളെ സഹായിക്കാൻ കഴിയില്ല. മറിയ വെള്ളം വീഞ്ഞാക്കിയില്ല. മറിയയ്ക്ക് സഹായിക്കാൻ കഴിയില്ല. മറിയ യേശുവിനോട് പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് പിണങ്ങരുത്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ മറിയയോട് അറിയിക്കുവീൻ എന്ന് ബൈബിളിൽ ഉണ്ടോ? നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുവീൻ എന്നല്ലേ ബൈബിളിൽ എവിടെ എഴുതിയിരിക്കുന്നേ? എഫേസ്യ ലേഖനം 4-ാം അധ്യായം, ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ ആ കാര്യം എഴുതിയിരിക്കുന്നു. നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിപ്പീൻ. നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ മധ്യസ്ഥന്മാരോടല്ല അറിയിക്കേണ്ടത്. നിങ്ങളുടെ ആവശ്യങ്ങളെ മാതാവിനോടല്ല അറിയിക്കേണ്ടത്. നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവത്തോട് അറിയിക്കണം. ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നവനാണ് യേശു ക്രിസ്തു. ദൈവത്തിനും മനുഷ്യനും ഇടയിൽ യേശു ക്രിസ്തു മാത്രമാണ് മധ്യസ്ഥൻ. ഇവിടെ നമുക്കെല്ലാം തെറ്റുപറ്റുന്നു. നമ്മൾ നമ്മുടെ ആവശ്യം മറിയയോട് പറയുകയാണ്, അല്ല യേശുവിനോട് പറഞ്ഞാൽ മതി എന്ന് ഇവിടെ തന്നെ വ്യക്തമാണ്. കാരണം മറിയ അത് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത്, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അതായത് മറിയ വന്ന് ഇവരോട് പറഞ്ഞത്, അവൻ നിങ്ങളോട് കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യുക. അവൻ എന്ത് കൽപ്പിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവൻ എപ്പോൾ കൽപ്പിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവൻ ആരോട് കൽപ്പിക്കുമെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു, പക്ഷേ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. നിങ്ങൾ അവന് ചെവി കൊടുക്കുക. അവൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ അനുസരിക്കുക. അവൻ നിങ്ങളെ സഹായിക്കും. അതിനുശേഷം ഒരു സ്ഥലത്തും മാതാവ് കർത്താവിനോട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ടതായി നാം കാണുന്നില്ല. ഈ ഒരു സംഭവത്തിൽ നിന്നും മറിയ ഇന്ന് നമ്മളോട് പറയുന്നു, അവൻ നിങ്ങളോട്. ആ 2 വാക്ക് ശ്രദ്ധിക്കുക. അവനും നിങ്ങളുമായിട്ടാണ് ബന്ധം. അവൻ നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾ അവന് ചെവി കൊടുക്കുക. നിങ്ങൾ അവനെ കേൾക്കുക. നിങ്ങൾ അവനെ അനുസരിക്കുക. അവൻ അത്ഭുതം ചെയ്യും. അവൻ നിങ്ങളെ സഹായിക്കും. അവൻ നിങ്ങളെ കൈവിടുകയില്ല. അങ്ങനെ വിശുദ്ധ മാതാവ് ഈ കുടുംബത്തെ യേശുവുമായി ബന്ധിപ്പിച്ചു. അങ്ങനെ വിശുദ്ധ മാതാവ് ഈ കുടുംബത്തെ യേശുവുമായി ബന്ധിപ്പിച്ചു. എന്നിട്ട് പിന്നിലേക്ക് മാറി. ഇന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ വീണ്ടും സ്നേഹത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ കർത്താവിനോട് നേരിട്ട് അപേക്ഷിച്ചാൽ നിങ്ങളുടെ അപേക്ഷ കേൾക്കുവാൻ അവൻ സമീപസ്ഥനായി നിങ്ങളുടെ അടുക്കലുണ്ട്. അങ്ങനെ യേശു ആ കേസിൽ ഇടപെടാൻ തീരുമാനിച്ചു. അവൻ എങ്ങനെയാണ് അത്ഭുതം ചെയ്തതെന്ന് നോക്കാം. അവൻ അവരോട് പറഞ്ഞത്, അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീൻ എന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അതെവിടെ നിന്ന് എന്ന് വെള്ളം കോരി ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചി നോക്കിയാറെ മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായത് കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനായിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. യേശു വെള്ളം അത്ഭുതം ചെയ്തത് പുറത്തു കിടന്ന കൽപാത്രത്തിലാണ്. അവര് കയ്യും കാലും കഴുകാൻ വേണ്ടി വെള്ളമെടുക്കുന്ന കല്ലുകൊണ്ടുണ്ടാക്കിയ പാത്രം പുറത്തു കിടപ്പുണ്ടായിരുന്നു. അതിനകത്താണ് യേശു അത്ഭുതം ചെയ്തത്. എന്നാൽ കല്യാണത്തിന് വീഞ്ഞു കൊടുത്ത പാത്രം കലവറയിൽ ഇരിപ്പുണ്ട്. യേശു അതിലല്ല പകർന്നത്. ഇവിടെയും കർത്താവ് ഒരു പ്രത്യേക കാര്യം ചെയ്യുന്നു. അത് മറ്റൊന്നുമല്ല, പാരമ്പര്യങ്ങളും കുലശ്രേഷ്ഠതയും കുടുംബമഹിമയും അവകാശപ്പെടുന്ന യഹൂദന്മാരെ തള്ളിയിട്ട് പുറംപറമ്പിൽ കിടന്ന ജാതികളിലേക്ക്
ദൈവകൃപയും പരിശുദ്ധാത്മാവിനെയും പകരാൻ വേണ്ടിയാണ് യേശു വന്നത് എന്ന മഹൽ സത്യവും കൂടെ ഇതിലൂടെ വെളിപ്പെടുത്തുകയാണ്. കലവറയ്ക്കകത്തിരിക്കുന്ന പാത്രങ്ങൾ പാരമ്പര്യമായി വീഞ്ഞു പകരുന്ന പാത്രമാണ്. പക്ഷേ ആ പാത്രത്തിൽ ഇപ്പൊ വീഞ്ഞില്ല. അതിനകത്തേക്ക് ഒരു അല്പം വെള്ളമെടുത്ത് വേണമെങ്കിൽ കലക്കി കൊടുക്കാമായിരുന്നു. യേശു അങ്ങനെ ചെയ്തില്ല. യേശു പുറത്തു കിടന്ന പാത്രത്തിൽ വെള്ളം കോരി ഒഴിപ്പിച്ച് അതിൽ നിന്ന് അത്ഭുതം ചെയ്തു. അർത്ഥം ഇതാണ്: തള്ളപ്പെട്ടതിനെ, അവഗണിക്കപ്പെട്ടതിനെ, ഉപേക്ഷിച്ചതിനെ, ആർക്കും വേണ്ടാത്തതിനെ തിരഞ്ഞെടുത്ത് ഉപയോഗമുള്ളതാക്കി തീർക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. നിങ്ങൾ വീട്ടിൽ തള്ളപ്പെട്ട വ്യക്തിയാണെങ്കിൽ, സമൂഹത്തിൽ തള്ളപ്പെട്ട വ്യക്തിയാണെങ്കിൽ, അതെ, അവഗണിക്കപ്പെട്ട, പീഡിപ്പിക്കപ്പെട്ട, തള്ളപ്പെട്ട ഗ്രൂപ്പുകളെ, സമൂഹത്തെ തിരഞ്ഞു രക്ഷിപ്പാനാണ് യേശു ലോകത്തിൽ വന്നത്. പീഡിത സമൂഹത്തെയും ദുഃഖിതരെയും മുറിവേറ്റവരെയും അടിമകളെയും രക്ഷിക്കുവാനാണ് യേശു ലോകത്തിൽ വന്നത്. ആ സത്യവും കൂടെ ഈ കല്യാണ വീട്ടിൽ വെച്ച് യേശു തമ്പുരാൻ നമ്മുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കാണിക്കുന്നു. മാന്യ സ്നേഹിതരെ, നിങ്ങൾ ശാരീരികമായി അവഗണിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. അവൻ കുരുടരെയും മുടന്തരെയും കുഷ്ഠരോഗിയെയും സ്നേഹിച്ചു. നിങ്ങൾ മാനസികമായി അവഗണിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. മാനസികമായി അവഗണിക്കപ്പെട്ട പലരെയും കർത്താവ് സ്നേഹിച്ചു. സാമൂഹ്യമായി അവഗണിക്കപ്പെട്ട പരീശന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും അവഗണിക്കപ്പെട്ട് കിടന്ന ആളുകളെ, ചുങ്കക്കാരനെ, കല്ലെറിഞ്ഞുകൊള്ളുവാൻ നിർത്തിയ സ്ത്രീയെ, ഇങ്ങനെ സമൂഹത്തിൽ ഏറ്റവും അവഗണിക്കപ്പെട്ട വ്യക്തികളെ യേശു തിരഞ്ഞെടുത്ത മാനം കൊടുത്തു. ഭിക്ഷക്കാരനും അന്ധനുമായവനെ വഴിയിൽ വെച്ച് കണ്ടുപിടിച്ച് അവന്റെ കണ്ണിൽ ചേറുപൂശി അവനെ സൗഖ്യമാക്കി അവന് മാനം കൊടുത്തു. ഇതാ, തള്ളപ്പെട്ടവർക്ക് മാനവുമായി യേശു വന്നിരിക്കുന്നു. അവഗണിക്കപ്പെട്ടവർക്ക് അനുഗ്രഹവുമായി യേശു വന്നിരിക്കുന്നു. തള്ളപ്പെട്ടവർക്ക് മോചനവുമായി യേശു വന്നിരിക്കുന്നു. ഇന്ന് വരെ ആരാലും ആദരിക്കപ്പെടാതെ, ആരാലും പരിഗണിക്കപ്പെടാതെ സമൂഹത്തിൽ നിന്ന് തള്ളപ്പെട്ട ഗ്രൂപ്പിന്, മനുഷ്യന്, കുടുംബങ്ങൾക്ക് മോചനം കൊടുക്കുവാൻ യേശു വന്നിരിക്കുന്നു. ഈ ഗുഡ് ന്യൂസ് നിങ്ങളെ അറിയിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. മാന്യ ശ്രോതാവേ, നീ ഏതെങ്കിലും വിധത്തിൽ തള്ളപ്പെട്ടവനാണെങ്കിൽ നിന്നിലേക്ക് പരിശുദ്ധാത്മാവാകുന്ന വീഞ്ഞു പകരുവാൻ യേശു ഇതാ വന്നിരിക്കുന്നു. ഈ സന്ദേശത്തിൽ വളരെ വിലപ്പെട്ട പല കാര്യങ്ങൾ നമുക്ക് കാണുവാനുണ്ട്. കർത്താവ് വെള്ളം കോരി പാത്രത്തിൽ നിറയ്ക്കുവാൻ ശിഷ്യന്മാരോട് പറഞ്ഞു. അവർ നിറച്ചു. വാക്യം 8, ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീനെന്ന് അവൻ പറഞ്ഞു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീനെന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അതെവിടെ നിന്ന് വെള്ളം കോരി ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചി നോക്കിയാറെ മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായത് കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. ഇവിടുത്തെ സംഭവം എന്നാന്ന് ചോദിച്ചാൽ, വിരുന്നുവാഴി എന്നൊരാളുണ്ട്. അദ്ദേഹം ഈ ഭക്ഷണത്തിന്റെ രുചി നോക്കേണ്ട ആളും ഈ ഭക്ഷണത്തിന് മുഴുവൻ ചുമതല വഹിക്കുന്ന ആളുമാണ്. അവനെ കൊണ്ട് ഇതിന്റെ രുചി നോക്കിപ്പിച്ചു. കർത്താവ് നിയമം വിട്ടൊന്നും ചെയ്യുന്നില്ല. അവൻ രുചി നോക്കിയിട്ട് പറഞ്ഞു, ഇതെന്തൊരു മര്യാദയാണിത്. എല്ലാവരും ആദ്യം നല്ലത് കൊടുക്കും, കുറച്ച് കഴിച്ചു കഴിയുമ്പോൾ പിന്നെ വെള്ളം നീട്ടി കൊടുക്കും. ഇവിടെ നേരെ തിരിച്ചാണല്ലോ ചെയ്തത്. ഇവിടെ ആദ്യം കൊടുത്തതിനേക്കാൾ നല്ലതാണല്ലോ ഇപ്പൊ ഒടുവിൽ കൊടുക്കുന്നത്. ഇതാര് പറഞ്ഞു? അനേക കല്യാണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് പറഞ്ഞത്. ഇവിടെ ഒരു പാഠമുണ്ട്. മനുഷ്യ സമൂഹത്തിൽ പൊതുവെ നടക്കുന്ന എന്താന്ന് ചോദിച്ചാൽ, ആദ്യം നല്ലത് കൊടുക്കും, പിന്നെ മോശം കൊടുക്കും. എന്ന് പറഞ്ഞാൽ ചീറ്റിങ്, പറ്റിക്കുക, കബളിപ്പിക്കുക, നല്ലത് കാണിച്ച് ചീത്ത വിൽക്കുക. പച്ചക്കറി മാർക്കറ്റിൽ ചെന്നാൽ നല്ല പച്ചക്കറി മുകളിൽ വെച്ചിട്ടുണ്ട്. ഇതെന്ന് 1 കിലോ തരാൻ പറയുമ്പോൾ അതിന്റെ അടിയിൽ നിന്ന് 1 കിലോ എടുത്തു തരും. ആ നല്ലത് അവിടെ തന്നെ ഇരിക്കും. നല്ല ഫ്രൂട്ട്സ് നിരത്തി വെച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് 1 കിലോ തരാൻ പറഞ്ഞാൽ അതിന്റെ അടിയിൽ നിന്ന് 1 കിലോ തരും. ആ നല്ലത് അവിടെ തന്നെ ഇരിക്കും.
നമ്മൾ എടുത്തു വെച്ചാലും അവർ ആ സമയത്ത് അതിൽ നിന്ന് മാറ്റും. നല്ലത് കാണിച്ച് ചീത്ത വിൽക്കുന്നതാണ് സമൂഹത്തിലെ ബിസിനസ്. കല്യാണ വീട്ടിലും അതാണ് നടന്നത്. നല്ലത് ആദ്യം കൊടുക്കും, പിന്നെ മോശം കൊടുക്കും. എന്നാൽ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. യേശുവാണ് ഇവിടെ ഇത് ചെയ്തത്. സുഹൃത്തെ, വളരെ കുറച്ച് സമയമേ ഉള്ളത് കൊണ്ട് ഞാൻ വേഗത്തിൽ പറയാം. യേശു ഇടപെട്ടാൽ നല്ലത് ആദ്യമല്ല, നല്ലത് ഒടുവിൽ. എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത് നിന്റെ ഒടുവിൽ അവൻ തരും. ആരംഭത്തേക്കാൾ അവസാനം നന്നായിരിക്കും. ജീവിതത്തിൽ ആദ്യം നീ അനുഭവിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കും ഒടുവിൽ. കുറച്ചുകൂടെ ലളിതമായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞാൽ, ഈ മനുഷ്യ ആയുസ് കൂടിപ്പോയ 100 കൊല്ലം. ഇതിനേക്കാൾ നല്ലത് മരണാനന്തര ജീവിതമാണ്. അതാ യേശു തരാൻ പോണത്. ആദ്യം അല്പ കഷ്ടത. യേശുവിനെ സ്നേഹിച്ചാൽ കുരിശുണ്ട്, വേദനയുണ്ട്, നിന്ദയുണ്ട്, കഷ്ടതയുണ്ട്. എന്നാൽ അവസാനം നിത്യജീവൻ, ഏറ്റവും ബെറ്റർ, ഏറ്റവും മനോഹരമായത് അവൻ ഒടുവിൽ നിനക്ക് തരും. ഈ നാളുകളിൽ ഈ സുവിശേഷ പ്രസംഗം ടെലിവിഷനിലൂടെ കേൾക്കുന്ന ശ്രോതാക്കളോട് ഞാൻ പറയട്ടെ, അവസാനം നല്ലത് തരുന്നത് യേശു മാത്രം. യേശു മാത്രം ഒടുവിൽ നല്ലത് തരും. ആരംഭത്തേക്കാൾ അവസാനം നന്നാക്കുന്നവനാണ് യേശു. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ വചനം കേട്ട എല്ലാ സ്നേഹിതരെയും അനുഗ്രഹിക്കണമേ. അവരുടെ ആരംഭത്തേക്കാൾ അവസാനം നന്നായിരിക്കാൻ കൃപ ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ഈ സന്ദേശം തുടരുന്നതാണ്. നിങ്ങളുടെ ശ്രദ്ധയ്ക്കും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും വളരെ നന്ദി. ഞങ്ങൾക്ക് കത്തയക്കാൻ മറക്കരുത്. പാസ്റ്റർ ബാബു ചെറിയാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 6, പിറവം. ഒരു കത്തയക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.